ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഫൈനൽ എൻ്റെ ചാനൽ 2000 സബ്സ്ക്രൈബേഴ്സ് എത്തിയിരിക്കുന്നു ഗായ്സ്. എൻ്റെ മുഖം കണ്ട് നിങ്ങളാരും പേടിക്കട്ടെ എന്ന് അറിയിക്കാം. അതായത് 2000 വരെ എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ലവ് മാരേജ് ഞാനും ചേട്ടൻ ലവ് മാരേജ് ഒക്കെയാണ്. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ പോയ സമയത്ത് ചുമ്മാ വീട്ടിലിരുന്ന് ബോറടിച്ച് മൊണാൾട്ട് അടിച്ചിരുന്നപ്പോഴാണ് ചേട്ടൻ ചോദിച്ചത് നിനക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെയെന്ന്. അങ്ങനെ ആവശ്യമില്ലാതെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ ചാനൽ ക്രിയേറ്റ്. അപ്പോൾ അന്നത്തെ ചാനലിൻ്റെ പേര് ശില്പ പ്രവീൺ വ്ളോഗ്സ് എന്ന്. അപ്പോൾ ആദ്യം ചെറിയ ചെറിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ മോനായതിനു ശേഷമാണ് ആദിക് ഫാമിലി എന്ന് പേരുടെ യൂട്യൂബ് ചാനൽ കുറേ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് കേട്ടോ കാര്യം. അപ്പോൾ എന്നെപ്പോലെ ഒരുപാട് വീട്ടമ്മമാർക്ക് ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കുമെന്ന് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ മോട്ടിവേറ്റഡായ ഞാൻ എൻ്റെ ചാനലുകൊണ്ട് ഞാൻ അഭിമാനിക്കും കേട്ടോ. ഞാൻ എന്താണ് പറയുന്നത് നിങ്ങളെ ചിന്തിക്കുക. എനിക്കത് സന്തോഷം കൊണ്ട് എന്ത് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞില്ല, എന്തെങ്കിലും എൻ്റെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് വന്നാൽ. പിന്നെ ഒന്നാമത്തെ തന്നെ തിരുവനന്തപുരംകാരെയാണ്, ചില ഭാഷയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. പിന്നെ എന്തെന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഞാൻ ലോങ് വീഡിയോ അങ്ങനെ കുറവാണ് കേട്ടോ. ചിലപ്പോൾ കുക്കിംഗ് വീഡിയോ ആയിരിക്കും ഇടുന്നത്, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായി. വീട്ടിൽ നിന്നല്ല, നമുക്കറിയാം, നമുക്ക് പലവരും നിനക്ക് വേറെ പണിയില്ലാണ്, കൊച്ചിൻ്റെയും ഭർത്താവിൻ്റെയും കാര്യം വീട്ടിൽ ഇരുന്നാൽ പോരെ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയണം, ശരി, നമുക്ക് കൊച്ചിൻ്റെയും കാര്യം നോക്കിയിട്ട് തന്നെ യൂട്യൂബിൻ്റെ പിറകെ പോണത്. പിന്നെ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ കൊച്ചിന്, അതായത് രാവിലെ ജോലിയൊക്കെ തീർന്ന് കൊച്ചിൻ്റെ കാര്യം ചേട്ടൻ്റെ കാര്യം നോക്കി ചേട്ടനെ ജോലിക്ക് പറഞ്ഞിട്ട് കൊച്ചിനെ ഉറക്കിയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം. ചിലപ്പോൾ രാത്രി 10 മണി തൊട്ട് വെളുപ്പിന് 2 മണി വരെയൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട സമയമുണ്ട്. ഉറക്കം എഴുന്നേറ്റ് എഡിറ്റ് ചെയ്തുകൊണ്ട സമയം വരെ ഉണ്ടായിട്ടുണ്ടായിട്ടാ. പക്ഷെ അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം ഈ നെഗറ്റീവ് പറയുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. അയ്യോ, ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ എന്തോന്ന് കൂത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഹാപ്പിനെസ് മാത്രം നമ്മൾ നോക്കിയാൽ പോരെ. എന്തിനാണ് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി ഒരിക്കലും നമുക്ക് നമ്മുടെ ലൈഫിൽ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റൂല. എൻ്റെ പോളിസി അങ്ങനെയാണ്. കാരണം നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റുള്ളൂ. ഞാൻ ലൈഫിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ഇതുവരെ ഇവിടെ വരെ എത്തിയത്. അതേപോലെ തന്നെ ഞാൻ എന്തിനു പറയാം, നെഗറ്റീവൊക്കെ ഒരുപാട് പേര് പറയും. അതിപ്പോൾ ലൈവിൽ വരുമ്പോൾ തന്നെ ഒരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ വൈഫിന് ലൈവ് ചെയ്യാൻ പേടിയാണ്, അത് ബാഡ് കമൻറ്റ് വരുമെന്നുള്ളത്. പക്ഷേ ബാഡ് കമൻറ്റ് വരൂല എന്ന് ഒരിക്കലും, പ്രത്യേകിച്ച് ലേഡീസിൻ്റെ ലൈവാണെന്ന് പറയുമ്പോൾ ബാഡ് കമൻറ്റ് ഉറപ്പായിട്ടും വരും. നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക, ടൈം ഔട്ട് ചെയ്യുക, ഇതൊക്കെ ചെയ്ത് ഒരു കുഴപ്പമില്ല. പിന്നെ വണ്ടി വരണോണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവരെ മൈൻഡ് ചെയ്യണമെന്ന് അറിയുമ്പോൾ തന്നെ അവർ തന്നെ ചമ്മി അങ്ങ് പൊക്കോളും. പിന്നെ മോഡേണേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർ അത്യാവശ്യം മറുപടി കൊടുക്കുമ്പോഴത്തേനും പിന്നെ അവരങ്ങ് പൊക്കോളും കേട്ടോ. അല്ലാതെ അവരെ പേടിച്ചൊരിക്കലും ലൈവ് ഇടാതെ ഇരിക്കരുത്. എൻ്റെ ഒരു പോളിസി അങ്ങനെയാണ്. നമ്മൾ ആരെയും പേടിക്കാം, നമുക്ക് എല്ലാത്തിനും കുറച്ച് ധൈര്യം മാത്രം മതി. ഞാൻ പറയാമല്ലോ, പറയണവരിങ്ങ് പറഞ്ഞോട്ടെ, വാ കിടക്കുമ്പോൾ അങ്ങ് നിർത്തിക്കോളൂ എന്ന് നിങ്ങൾ അങ്ങ് വിചാരിച്ചാൽ മാത്രം മതി. പിന്നെ എൻ്റെ കയ്യിരിക്കുന്ന ഫോൺ Redmi 9 Power ആണ്. ഇതിലാണെങ്കിൽ സ്റ്റോറേജ് കൂടിയില്ല. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ തന്നെ ഇത് അപ്ലോഡ് ചെയ്ത് ഡിലീറ്റ് ചെയ്താൽ മാത്രം അടുത്ത വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എൻ്റെ ഫോൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഇപ്പോൾ സാധാരണക്കാലം യൂട്യൂബ് ചാനൽ തുടങ്ങാന്നുള്ളത്, അതായത് നമ്മൾ കയ്യിലൊരു ക്യാമറ ഫോണും ഒരു മെയിൽ ID ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടൊരു ചാനൽ തുടങ്ങാൻ കേട്ടോ. എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ അങ്ങനെ പറയും, നമുക്ക് എൻ്റെ ഈ കൊച്ചു ഫോണിൽ നിന്ന് ഇതുവരെ എത്താൻ പറ്റിയെങ്കിലേ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ആയിത്തീരാന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ വഴി ആരെങ്കിലുമൊക്കെ ചാനൽ തുടങ്ങണമെങ്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഞാൻ എങ്ങും എത്തിപ്പെട്ടില്ലെങ്കിൽ അവരെവിടെയെങ്കിലും എത്തിപ്പെട്ട് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഉറപ്പായിട്ടും ഞാനൊരു ലക്ഷ്യത്തോടെയാണ് ചാനൽ തുടങ്ങിയത്. എനിക്കൊരു സ്വന്തം വീട് എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. അത് നടക്കുമോ എന്നൊന്നും അറിയൂല. അവർ പറഞ്ഞിട്ടില്ല ആരൊക്കെ എന്തോ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ നടക്കുമെന്ന്. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യവും നടന്നിട്ടില്ല. പക്ഷെ ഇത് നടക്കുമോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നടന്നാലും ഇല്ലെങ്കിലും എനിക്കിതൊരു ഹാപ്പിനെസ്സാണ്. എന്തെങ്കിലുമൊക്കെ ഞാനും എൻ്റെ ചേട്ടനും കൊച്ചുമായിട്ടൊരു വീട് വയ്ക്കുമായിരിക്കും. നമ്മുടെ സൈഡ് സ്വന്തമായിട്ട് വീടില്ല, ചേട്ടൻ്റെ സൈഡ് സ്വന്തമായിട്ട് വീടില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും നല്ലൊരു വീടും വെച്ച് നല്ലൊരു ഫോണും വാങ്ങിക്കുമായിരിക്കും. ഞാൻ വാങ്ങിക്കുമായിരിക്കും. അപ്പം എനിക്ക് ഇത്രയൊക്കെ പറയുള്ളൂ. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, ഉറപ്പായിട്ടും തുടങ്ങിക്കോണം. ഒന്നും പേടിക്കണം. നെഗറ്റീവ് പറയുന്നത് പറഞ്ഞോട്ടെ, പോസിറ്റീവായിട്ട് മാത്രം, നമ്മൾ എല്ലാ നെഗറ്റീവിനും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ. എനിക്ക് അത്രയൊക്കെ പറയുള്ളൂ. പിന്നെ നമ്മൾ ആരുടെ, അതായത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് തുടങ്ങിയൊരു ചാനലാണെങ്കിൽ പോലും ചിലപ്പം നമ്മൾ എന്താ വെച്ചാൽ ഓരോരുത്തർ ഓരോ പറയുമ്പോൾ പെട്ടെന്ന് ഡൗൺ ആവും. പക്ഷെ ഞാൻ അങ്ങനെ ഡൗൺ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഉറപ്പായിട്ട് എൻ്റെ ചേട്ടൻ തന്നെയാണ്. ചേട്ടൻ പറയണത് പറയട്ടെടി, നീ എന്തിനാ മൈൻഡാക്കാൻ പോണത്,
എന്നൊക്കെ. അപ്പം എല്ലാവരും ചാനൽ തുടങ്ങണം, പിന്നെ നല്ല നല്ല കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യണം, ഭാര്യ വലിച്ചു വരിയിടുക എന്ന് വെച്ചാൽ നമ്മൾ ഷോർട്സ് കൂടുതൽ എൻ്റെ ഒരു ഇതിൽ വെച്ചാൽ ഷോർട്സ് ഇടുമ്പോഴാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കയറുന്നത്. ഈ ലോങ് വീഡിയോ ആൾക്കാർ കാണുന്ന കുറവാണ്. നമുക്ക് യൂട്യൂബ് തുടങ്ങുമ്പോഴത്തെ നമുക്ക് ലൈവ് പലരുടെയും ജീവിത സാഹചര്യം നമുക്ക് മനസ്സിലാവും. ചിലവർ മോഹം കാണിക്കാതെ ലൈവ് ഇടുന്നവരുണ്ട്. ഇത് കുറേ ഞാൻ മിക്ക ലൈവിൽ ഇപ്പോൾ എൻ്റെ ലൈവിലും കുറേ ബാഡ് കമൻ്റൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ അത് മൈൻഡാക്കാൻ പോകുമ്പം ചമ്മി നിറയെ ആൾക്കാർ പൊക്കോളും കേട്ടാ. അപ്പം ഇന്നത്തെ ഞാൻ പറഞ്ഞ എത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും ചാനൽ തുടങ്ങാൻ ആഗ്രഹം ഓടിപ്പോയി തുടങ്ങിക്കോളും, ഒന്നുകൊണ്ട് നോക്കരുത്. പറയുന്നവർ പറഞ്ഞോടെ വാ കഴിക്കുമ്പോൾ അങ്ങ് നിർത്തിയിട്ട് പൊക്കോളും. അപ്പോൾ എന്നെപ്പോലെ ചാനൽ തുടങ്ങാൻ ആഗ്രഹമുള്ള ഒന്നും മടി കൂടാതെ പോയി ചാനൽ അങ്ങ് തുടങ്ങിക്കോണം കേട്ടോ. ആരെയും മൈൻഡാക്കാൻ എന്തിനും നമ്മൾ മൈൻഡ് ചെയ്യണം. നമ്മളും ചോറ് തന്നെയല്ലേ തിന്നുന്നത്, അവരും ചോറ് തന്നെ, നമ്മളും ചോറ് തന്നെ തിന്നുന്നത്. അവർക്ക് വാഴയ്ക്കുമ്പോൾ അവങ്ങ് നിർത്തിക്കോളും കേട്ടോ. എനിക്ക് ഇത്രയൊക്കെ, നിങ്ങൾക്ക് പിന്നെ ഇതിലും വലിയ മോട്ടിവേഷൻ എനിക്ക് തരാനൊന്നുമില്ല. ഒരു 2000 സബ്സ്ക്രൈബ് വെച്ചാൽ അങ്ങുള്ള സ്പീച്ചർ അങ്ങനെയല്ല. പക്ഷെ 2000 സബ്സ്ക്രൈബേഴ്സ് കിട്ടുകയാണെന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര വലുതാണ്. പക്ഷെ നിങ്ങൾക്ക് വലുതല്ലായിരിക്കും, എനിക്ക് ഭയങ്കര വലുതാണ്. അയ്യോ, ഇതുവരെ എത്താൻ പറ്റുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. അപ്പം ആർക്കെങ്കിലും ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമാണ്, ഒരു മെയിൽ ഐഡിയും ക്യാമറ ഫോണും മാത്രം, പിന്നെ ഇതുപോലത്തെ ട്രൈപ്പോഡും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ റിവ്യൂ എനിക്ക് കമൻറ്റായിട്ട് ഇടണം കേട്ടോ. അത് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻറ്റായിട്ട് ഇടണം. കമൻറ്റായിട്ട് ഇട്ടാൽ മാത്രമേ അത് എനിക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ പറ്റും. എനിക്ക് എങ്ങനെ വീഡിയോ ചെയ്യണം അങ്ങനെ കമൻറ്റ് ഇടണം കേട്ടോ. എന്നാലും എനിക്ക് കുറച്ചുകൂടെ വീഡിയോസൊക്കെ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.